ബാപ്പു ഹാജി, മുസ്ലിം ലീഗിൻ്റെ തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം അബൂബക്കർ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ KPA മജീദ് സാഹിബ്, MSFൻ്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു, കായൽ മെഹബൂബ് സാഹിബ്, അൻവർ മുള്ളമ്പാറ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, പ്രൗഢഗംഭീരമായ നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ മണ്ണിൽ എന്നും വലിയ ജനസ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുണ്ട്. മഹാനായ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പനായ തന്തൈ പെരിയാറുടെ കാലം മുതൽ മുസ്ലിം ലീഗും ദ്രാവിഡ മുന്നേറ്റവുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ നാടിൻ്റെ സംസ്കാരം എന്താണ്? ഈ നാടിൻ്റെ യഥാർത്ഥമായ ജീവിത രീതികൾ എന്താണ്? ഈ തമിഴ്നാടിൻ്റെ സ്വഭാവം എന്താണ്? ഈ മണ്ണിൻ്റെ രുചി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച രാഷ്ട്രീയ നിലപാടും നീക്കവുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മുസ്ലിം ലീഗിലുള്ളത്. പെരിയാറും കായിദേമിൽ ഇസ്മായിൽ സാഹിബും തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഐക്യം അത് വളരെ വലുതായിരുന്നു. അവർ രണ്ടുപേരും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെതായിരുന്നു. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അത് മതേതരമായിരുന്നു. അത് ദ്രാവിഡ മുന്നേറ്റത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പെരിയാർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിന്റെയും അവരുടെ എല്ലാ തരത്തിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, സാഹോദര്യത്തെക്കുറിച്ച് പഠിച്ചാൽ, അവരുടെ ഉയർച്ചയെക്കുറിച്ച് പഠിച്ചാൽ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചാൽ, അവരുടെ ഏത് ജീവിത രീതിയെക്കുറിച്ച് പഠിച്ചാലും മനസ്സിലാക്കിയാലും അതൊക്കെ തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ ഇഴചേർത്ത ഒരു ബന്ധത്തിന്റെ ഒരു തുടർച്ചയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയവും. അതുകൊണ്ടാണ് ഈ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായി വരെ വളരാൻ കായിദേമിൽ ഇസ്മായിൽ സാഹിബിന് സാധിച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ചേരി ഉൾക്കൊള്ളുന്ന പഴയ കാലത്തെ ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് എതിർപ്പില്ലാതെ 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ വലിയ സ്വാധീനമുണ്ടാക്കിയ, ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ടാക്കിയ കായിദേമിൽ ഇസ്മായിൽ സാഹിബിന്റെ ആ തുടർച്ചയാണ് ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇന്ത്യയിലാകമാനവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യമാണ് കായിദേമില്ലത്ത് നമുക്ക് മുൻപാകെത്തുന്നത്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകൾക്കിടയിൽ നിന്നുകൊണ്ടും അഭിമാനകരമായി തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതി അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മികച്ച പൗരനായി ഈ രാജ്യത്തിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് സന്ധി ചെയ്തുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഇന്ത്യ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തകേസാൽ തമിഴർ എന്ന് പറയുന്ന ഡിസ്റ്റിംഗ്വിഷ്ഡ് തമിഴൻ എന്നുള്ള ആ വലിയ പുരസ്കാരം നമ്മുടെ ദേശീയ പ്രസിഡന്റിന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യയിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ കഴിഞ്ഞ ഓഗസ്റ്റ് 15 തമിഴ്നാട്ട് ജനതയുടെ മുഴുവൻ ആളുകളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ IAS-കാരുടെയും IPS-കാരുടെയും മന്ത്രിമാരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിക്കുമ്പോൾ കായിദേമില്ലത്ത് സ്വപ്നം കണ്ട ആ ഹോണറബിൾ എക്സിസ്റ്റൻസ് അവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ആ വിധത്തിൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയോട് ചേർന്നുകൊണ്ട് ആരൊക്കെ ആട്ടിയകറ്റാൻ വേണ്ടി ശ്രമിച്ചാലും, ആരൊക്കെ വർഗീയതയും വിദ്വേഷവും കൊണ്ട് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ CAA NRC കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തുനിന്ന് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ആക്രോശിച്ചാലും, ഞങ്ങൾ ഈ നാടിന്റെ മക്കളാണെങ്കിൽ, ഈ മണ്ണിന്റെ മക്കളാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ മക്കളാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പണമരുതി അവസാനത്തെ മനുഷ്യൻ മരിക്കുന്നത് വരെ മുസ്ലിം ലീഗ് ഈ രാജ്യത്തുണ്ടാകുമെന്നാണ് ഞങ്ങളെ എതിർക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതിന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വലിയ പിന്തുണ നമുക്കുണ്ട്. ഈ അടുത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ സ്റ്റാലിനെ ചേർത്ത് കവിളത്ത് പിടിക്കുന്ന ഖാദർ മൊയ്തീൻ സാഹിബിന്റെ മുനീർ മില്ലത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം സൂചിപ്പിക്കുന്നുണ്ട് ഒരു മകനോടെന്ന പോലെയുള്ള വാത്സല്യം,
ഒരു പിതാവിനോടെന്ന പോലെയുള്ള വാത്സല്യം സ്റ്റാലിന് തിരിച്ച് മുനീറ മില്ലത്തിനോടുമുള്ള ആ ഒരു ചിത്രം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക്, എന്താണ് ദ്രാവിഡ രാഷ്ട്രീയവും മുസ്ലിം രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധമെന്നത് സൂചിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ചേർത്ത് നിർത്തുന്ന ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ DMK-യുടെ കൂടെയാണ് എന്ന് മുസ്ലിം ലീഗ് ഉള്ളത്. ഇവിടുത്തെ വഖഫ് സ്വത്തുകൾ മുഴുവനായി സംരക്ഷിക്കാൻ മുസ്ലിം ലീഗിനെ ഏൽപ്പിക്കാൻ സ്റ്റാലിന് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ നാട് നൽകുന്ന, ഈ ജന നൽകുന്ന അംഗീകാരം എന്നാണ് എതിരാളികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ശരി, മുസ്ലിം ലീഗിന് ബദലാകാൻ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വളരാൻ ശ്രമിച്ചാലും ശരി, നിങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു സ്വീകാര്യത തമിഴ്നാടിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിനുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകളായി നേടിയെടുത്തതാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഉജ്ജ്വലമായ വിജയങ്ങളുമായി, ഉജ്ജ്വലമായ മുന്നേറ്റങ്ങളുമായി തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് കുതിക്കുക തന്നെ ചെയ്യും. അതിന്റെ സൂചനയാണ് ഇന്ന് ഈ ഗൂഡല്ലൂരിൽ നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, വൃദ്ധർ, അങ്ങനെ ആബാലവൃദ്ധ മനുഷ്യർ ചേർന്നുകൊണ്ട് ഗൂഡല്ലൂരിന്റെ ഈ മണൽത്തരികളെ ഹർഷപുളകിതമാക്കി ഈ അർദ്ധചന്ദ്ര താരാങ്കിത നക്ഷത്ര പതാക കൈപ്പിടിച്ചുകൊണ്ട് അവർ മുസ്ലിം ലീഗ് എന്ന് ഉയരൊക്കെ വിളിക്കുമ്പോൾ ഈ നാട്, ആ ജനത ഈ പാർട്ടിയോടൊപ്പമുണ്ട്. അങ്ങനെ ഉജ്ജ്വലമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച ഈ ഗൂഡല്ലൂരിലെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. നേരത്തെ മാറ്റിവെച്ച നീലഗിരി ജില്ല